നമസ്കാരം. ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റ് ഓൺലൈൻ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൈക്രോഫോൺ ആണ്. ഒരു മൈക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ചെയ്ത് വർക്കുകളെല്ലാവരും ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മൈക്രോഫോൺ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു ഡിഫോമർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്, ഈ നെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡിഫോമറാണ്, ഡിഫോമർ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്നതും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഇതിപ്പോ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഡീറ്റെയിൽഡ് ഇല്ലാത്ത വർക്കുകളൊന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം അത് ഡീറ്റെയിൽഡ് ഇല്ലെങ്കിൽ അതിന് അത്രയും ഒരു നീറ്റ് തോന്നൂല. ഞാനിപ്പോ അത്യാവശ്യം അതിന് ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് അല്ലാതെ ചില്ലറ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്രയും ഇതിനു വേണ്ടി യൂട്യൂബ് ചാനലിന് വേണ്ടി വളരെ സ്പീഡായിട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം സെഗ്മെന്റ് കണ്ടോ, ഇവിടെ ചെറുങ്ങനെ ഒരു പൊട്ടിയ പോലെ ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യണം കേട്ടോ നിങ്ങൾ. അതായത് അതെല്ലാം നീറ്റായി ചെയ്തിട്ട് വേണം. ഇതിപ്പോ UV മാപ്പിംഗ് അല്ല ചെയ്തിട്ടുള്ളത്, ഇത് മെറ്റീരിയൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്തതാണ്. UV ചെയ്യുമ്പോൾ സമയത്ത് അതെല്ലാം ശ്രദ്ധിക്കണം. കാരണം അവിടെ എല്ലാ പൊട്ടും പൊളിയെല്ലാം UV ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ടെക്സ്ചർ എന്നാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി ചെയ്തെടുത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഡിഫോമർ വെച്ചിട്ട് ചെയ്തതാണ്. ഡിഫോമർ എന്താണെന്നുള്ളത് പഠിക്കാറുണ്ട് നമുക്ക്. അപ്പം ഇതൊരു ഡിഫോമർ വെച്ചിട്ട് ചെയ്തതാണ്. ഈ നെറ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് ഫുട്ബോളിന്റെ നെറ്റ്, നമ്മുടെ അതുപോലെയുള്ള മറ്റുള്ള സാധനങ്ങൾ, അതുപോലെ ഡസ്റ്റ്ബിൻ, ഇത് നമ്മളെ ഗാർബേജ് ബോക്സ്, അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും കൂടുതലായിട്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മെഷ് നമുക്ക് ഇങ്ങനെ കറക്കിയെടുത്ത് ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഡിഫോമേഴ്സ് വേണ്ടി വരും. നമുക്ക് ഒരു നല്ല ഒരു സ്കൾപ്റ്റ് ടൂൾ വേണ്ടി വരും. അപ്പം ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാൻഡ് ഞാൻ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാൻഡ് ഞാൻ വേറെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. ഇതും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടില്ല കണ്ടോ. ഇതും ഡീറ്റെയിൽഡ് ആയി ചെയ്തിട്ടില്ല. അതിന്റെ സ്ക്രൂ വരുന്നുണ്ട്. അതിന്റെ സ്ക്രൂ വരുന്ന ഭാഗവും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടില്ല. സ്ക്രൂ വരുന്ന ഭാഗവും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടില്ല കണ്ടോ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കണ്ടോ, ആ മൈക്ക് അതിൽ നിൽക്കുന്ന ആ ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പൊ ഇതിന്റെ ടോപ്പോളജി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലും ടോപ്പോളജി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ആർട്ട് സർഫസസ് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരും. ഇപ്പം നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത് ഡിഫോമേഴ്സ്, ഈ ഒരു സാധനം മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ നമുക്ക് യൂട്യൂബിൽ അത്രയും സമയം ഉണ്ടാവും തോന്നുന്നില്ല. എന്നാലും നമ്മൾ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, പിന്നെ ഇതിന്റെ വയർ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാ വയർ ചെയ്യേണ്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നീറ്റായിട്ട് അതും ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മൈക്കിന്റെ. സ്വിച്ച് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പോളജി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഇതിന്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കണക്റ്റിങ്ങിന്റെ ഒരു ഇത് വരുന്നുണ്ട്. കേബിൾ വരുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ ഉള്ളിലൊരു ഭാഗം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഒരു സ്പെയറും കൊടുത്തിട്ടുണ്ട്. കാരണം ആ നെറ്റ് മാത്രം ഹോളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബോറായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്കുള്ളത് അതിന്റെ റെഫറൻസ് ചിത്രം കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. ഇതാണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഉള്ളൊരു ചിത്രം. അപ്പൊ ഈ ചിത്രത്തിലുള്ളത് ഒന്ന് വിലയിരുത്താം എങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ പലതരം മൈക്കുകളുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഞാൻ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഇതിൽ ബോക്സിൽ കൊടുക്കുന്നില്ല. അപ്പം എന്തുകൊണ്ട് കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ ചിലത് കോപ്പിറൈറ്റ് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിട്ടൊക്കെ കൊടുക്കാത്ത കേട്ടോ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ഒന്ന് നോക്കാം. കണ്ടോ, ഈ നെറ്റ് ഇങ്ങനെ വരുന്നു, ഇവിടെ വന്നു,
അതിനുശേഷം ഇത് നമുക്ക് സിലിണ്ടർ വെച്ചിട്ട് ചെയ്യാം. കണ്ടോ? അതിനുശേഷം താഴെയിലെ ഭാഗം പിന്നെ ഈ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ഇതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കണ്ടോ? ഇതിന്റെ ഈ ഭാഗം, പിന്നെ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഭാഗം, പിന്നെ താഴെ സ്റ്റാൻഡ്. ഇതിപ്പോ ഞാൻ ഓപ്പൺ ആയിട്ടുള്ളത്, ഞാൻ ഇതടക്കമുള്ളതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്നുകൂടി അത് നോക്കാം കേട്ടോ. ഞാൻ ഇതാണ് ചെയ്തത്. ഇതാണ് ചെയ്തത്. അതിന്റെ കൂടെ ഒരു കേബിൾ ഉണ്ട്, അത് അതിന്റെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നതാണ് ചെയ്തത്. സ്റ്റാൻഡ് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. റെൻഡർ ഔട്ട് ഞാൻ കാണിച്ചു തരാം. റെൻഡർ ഔട്ട് ഇതാണ് ഞാൻ ചെയ്തതിന്റെ റെൻഡർ ഔട്ട്. ഇത് വളരെ ചെറിയ ഒരു ക്വാളിറ്റിയിൽ എടുത്ത റെൻഡർ ഔട്ട് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം സൂം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാത്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു മാക്സിമം നല്ല രീതിയിൽ റെൻഡർ ഔട്ട് ക്വാളിറ്റി ഞാൻ എടുക്കാൻ പഠിപ്പിച്ചു തരും. അപ്പൊ ഇപ്പം അതായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ മോഡിംഗ് സെക്ഷനിൽ തന്നെ ഉണ്ടത്രേ. അപ്പോ ഇതൊന്ന് കാര്യമായിട്ട് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് വീണ്ടും മൈക്രോഫോൺ ഒന്നുകൂടി ചെയ്യാൻ പോവാ. ആ മൈക്രോഫോൺ ചെയ്തതിന്റെ വീഡിയോ എനിക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് മ്യൂസിക് ആക്കിയിട്ട് ഇടായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിലെല്ലാം പല സമയങ്ങളിലാണ് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരേ ടൈമിൽ ഇരുന്നിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റായിട്ട് ഓഡിയോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഞാൻ വീഡിയോ ആയി പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു മൈക്രോഫോൺ. അതുകൊണ്ട് നമുക്ക് പുതിയത് ചെയ്യാം. നമ്മളിപ്പം എത്ര ആയാലും നമ്മൾ ചെയ്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ എത്രത്തോളം നല്ല സ്പീഡായിട്ട് ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറും. അത് എന്തായാലും ഇപ്പൊ ടെക്സ്ചറിങ് ആയാലും ആനിമേഷൻ ആയാലും റിഗിങ് ആയാലും എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പ്രാക്ടീസ് ആവും. വീണ്ടും പറയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ മറ്റുള്ള ആൾക്കാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റുള്ളവരും ഇത് കണ്ടു പഠിക്കട്ടെ. സൗജന്യമായി കൊടുക്കുന്ന ഒരു ആനിമേഷൻ കോഴ്സാണ്. എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുക. നമുക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാല് ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ നെറ്റ്, അതായത് ഈ ഒരു നെറ്റ് പോലെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഈ നെറ്റ് പോലെ, അത് മൈക്രോഫോൺ മാത്രം അല്ല കേട്ടോ, പല രീതിയിലും ഇതുപോലുള്ള നെറ്റുകൾ നിങ്ങൾ ഒരു ഗേറ്റിന്റെ വല ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയൊരു ചായപ്പൊടി അരിക്കുന്ന അരിപ്പ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ ഒരു ഡിഫോമേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡിഫോമേഴ്സ്. അപ്പം ഇത് നിങ്ങൾ ഇന്നതിന് മാത്രം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവരുത്. ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് മാത്രമാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ മാത്രമാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ ഈ മോഡൽ? അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഒരു കോൺഫിഡന്റ് വരും. മറ്റുള്ള മോഡലുകളും ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് വരും. നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി നന്നായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ആ ഡിഫോമർ നമ്മൾ ഇതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഈ ഒരു നെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും. നല്ല രസം ഉണ്ടാവും അതൊക്കെ ചെയ്ത് നിങ്ങൾ പോർട്ട്ഫോളിയോ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടാവും. അപ്പൊ എന്തായാലും മടി കാണിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ നെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം പഠിച്ചൊരു ടൂൾ ഉണ്ട്, കേർവ്സ് സർഫസസ് ടൂളില്. നമ്മൾ കേർവ്സ് EP കേർവ് ടൂളാണ് എടുക്കുന്നത് കേട്ടോ. EP കേർവ് ടൂളിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാലോ.
EP ടൂൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ EP ടൂൾ പഠിച്ചതാണ്. നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തിട്ട് വയർ പോലെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പഠിച്ചതാണ്. പല രീതിയിലും നമ്മൾ EP ടൂള് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞതിൽ കയറ് നമ്മൾ പഠിച്ചതാണ്. കയറ് പഠിക്കുമ്പോൾ സമയത്ത് നമ്മൾ റോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ EP ടൂളിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചത്. അപ്പം എല്ലാ ആവശ്യത്തിനും നമുക്ക് EP ടൂളിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ വരും. വരക്കാൻ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടി EP ടൂളിന്റെ ആവശ്യകത നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ EP ടൂള് നമ്മളെ മോഡലിംഗ് സെക്ഷനിൽ എപ്പോഴും ഒരു നമ്മളെ കൂടെ തന്നെ കൂട്ടി വെക്കാം. ഓക്കെ, അപ്പൊ EP കർവ് ടൂൾ എടുക്കുക. ഞാൻ ഇപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ EP കർവിൽ നിങ്ങൾ ലിനിയർ എടുക്കുക കേട്ടോ, ക്യൂബിക് എടുക്കണ്ട. ക്യൂബിക് പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാം കൂടി അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ലിനിയർ വെച്ചിട്ട് ചെയ്യുക. എല്ലാ രീതിയിലും ചെയ്യുന്ന സമയത്ത് ചില മിസ്റ്റേക്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലിനിയർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലിനിയർ വെച്ചിട്ട് നമ്മൾ വരക്കാൻ പോകുന്ന എങ്ങനെ, സൈഡ് വ്യൂലാണ് വരക്കുന്നത്. സൈഡ് വ്യൂല് നമ്മള് ഈ ഗ്രിഡിന്റെ ഈ ഇത് കണ്ടോ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് കണ്ടോ, ഇതിന് കണക്കായിട്ട് നമ്മൾ വരക്കുന്നത്. എങ്ങനെ വരക്കുന്നത്, എക്സ് പ്രസ് ചെയ്യുക. എക്സ് ഗ്രിഡിന് സ്നാപ്പ് ചെയ്തിട്ട് കണ്ടോ, ഗ്രിഡിന് സ്നാപ്പ് ചെയ്ത് വരക്കാൻ പറ്റും. എക്സ് പ്രസ് ചെയ്ത് ഗ്രിഡിന് സ്നാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ആഫ്റ്റർ ഇതുപോലെ നമ്മൾ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ, ഇനി എന്ത് ചെയ്യണം അറിയാം, ഇതിന്റെ കോപ്പി എടുക്കണം. ഇതിന്റെ കുറെ കോപ്പി എടുത്ത് നോക്കണം. ഇതുപോലെ ചെയ്യാട്ടോ, ഒന്നും പ്രയാസമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ ഒരു കോപ്പി എടുക്കണം. ഇതിന്റെ കോപ്പി എടുക്കുമ്പോൾ ഇത് കോപ്പി എടുത്ത് ഇങ്ങനെ നമ്മൾ മല വരക്കുന്ന പോലെ നമുക്ക് കുറേ ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇതിന്റെ ഈ സെൻട്രൽ പിവറ്റിന്റെ ഈ പിവറ്റ് പോയിന്റ് ഇവിടെ സൈഡിലേക്ക് വെച്ചാൽ മതി. എങ്ങനെ, ഡിയും ബിയും പ്രസ് ചെയ്യുക. ഡിയും, അതായത് കീബോർഡിൽ ടി അല്ല ഡി ആണ്. ഡിയും ബിയും ഒരേ സമയം നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിവറ്റ് പോയിന്റ് മാറ്റാം. അപ്പൊ ഇവിടത്തേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക, കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് എക്സ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പം ഇതിന് കണക്കായിട്ട് വന്നില്ലേ, മനസ്സിലായില്ലേ? കൺട്രോൾ ഡി പ്രസ് ചെയ്തിട്ട് എക്സ് പ്രസ് ചെയ്തിട്ട്, എക്സ് പറഞ്ഞാൽ നമ്മൾ ഗ്രിഡിൽ സ്നാപ്പ് ചെയ്യുക, എക്സ് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. അപ്പൊ ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക. കണ്ടോ, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഏകദേശം ഒരു അതായത് നമുക്ക് ആ ഡിഫോമർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു നെറ്റ് പോലെ ഉണ്ടാക്കി എടുക്കാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം വെച്ച് വരച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഏകദേശം എടുത്തിട്ടുണ്ട്. ഇപ്പൊ എത്ര നോക്കാം, വിൻഡോയിലും ഔട്ട്ലൈനിലും നോക്കാം, എത്രയാണ് എടുത്ത് നോക്കാം. ഇപ്പൊ ഏകദേശം 24, ഞാനൊരു 30 വരെ എടുക്കുന്നുണ്ട്. 26, 27, 28, 29, 30 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഇത്ര വേണം. ഓക്കെ, 30 വരെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഒരു വേറൊന്നും ചെയ്യേണ്ട. ഇതിന് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കേവ്സിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക. കാരണം ഇതെല്ലാം സെപ്പറേറ്റ് ആണല്ലോ, എല്ലാം സെപ്പറേറ്റ് അല്ലേ, എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്യുക. എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, കേവ്സിൽ പോവുക, നമ്മൾ എന്ത് ചെയ്യുക, അറ്റാച്ച് കൊടുക്കുക. അറ്റാച്ച്, ഇതിൽ വേറൊന്നും ചെയ്യാനില്ല, അറ്റാച്ച് കൊടുത്താൽ മതി. അറ്റാച്ച് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റാച്ച് പഠിച്ചതാണ്. അപ്പൊ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോഡിഫൈയിൽ പോയിട്ട് സെൻട്രൽ പിവറ്റ് കൊടുക്കണം. സെൻട്രൽ പിവറ്റ് കൊടുത്തിട്ട് ഈ ഗ്രിഡിന്റെ സെന്ററിലേക്ക് ഇതിനെ സ്നാപ്പ് ചെയ്യുക. എങ്ങനെ സ്നാപ്പ് ചെയ്യുക, എക്സ് പ്രസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഗ്രിഡിന്റെ സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ, ഗ്രിഡിന്റെ സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം അറിയോ, ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സാധനം ഔട്ട്ലൈനറിലുണ്ടോ, ഏതാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, മറ്റതെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട. ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യും. അപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മാത്രം മതി. അപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, സൈഡ് വ്യൂവിൽ പോയിട്ട് നമ്മൾ മോഡിഫൈ സെൻട്രൽ പിവറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് അതിന് കണക്കായി വെക്കാം. ഇതാ അതിന് കണക്കായിട്ട് ആ പിവറ്റ് പോയിന്റ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. കറക്റ്റ്. എവിടെ പോയി ഓക്കെ, കറക്റ്റായിട്ടുണ്ട് കേട്ടോ, അതിന് കറക്റ്റായിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ ഇത് തീർന്നിട്ടില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ ആ മൈക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. കാരണം അത് ഒരു പിന്നെ കേവ് രീതിയിലാണ് ആ സാധനം ഉള്ളത് അല്ലെ, കേവ് രീതിയിലാണ് ഇതിലുള്ളത്. കണ്ടോ, കേവ് പോലെയാണ് കാണുന്നത്. അതായത് ഒരു ലിനിയർ ടൈപ്പിലല്ല കാണുന്നത്. അപ്പൊ അതിനെ നമ്മുടെ ഒരു കേവ് രീതിയിലേക്ക് നമ്മൾ മാറ്റാം. എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മൾ റീബിൽഡ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ, മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ, എക്സ്ട്രാ കൂടുതൽ കേവ് പോയിന്റുകൾ ആഡ് ചെയ്യണം, വെർട്ടെക്സ് പോയിന്റുകൾ നമ്മൾ ലൈനിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ റീബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന എപ്പിസോഡിൽ കറക്റ്റായിട്ട് കാണുന്നവർക്ക് ഇത് മനസ്സിലാവും കേട്ടോ, അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. കേവ്സിൽ പോവാ, ഇവിടെ റീബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റീബിൽഡ്
അത് ക്ലിക്ക് ചെയ്യുക, അതിൽ 100 കൊടുക്കുക, എന്നിട്ട് റീബിൽഡ് ചെയ്യുക. അപ്പൊ കണ്ടോ ഇങ്ങനെ കിട്ടി. കണ്ടോ ആ ഒരു ഷാർപ്നെസ് പോയിട്ട് ഇങ്ങനെ കിട്ടി. ഇതിനെ കറക്റ്റ് ആയിട്ട് സെന്ററിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു കോപ്പിയും കൂടി എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ്, കൺട്രോൾ ഡി. എന്നിട്ട് എന്ത് ചെയ്യുക പറയാം, നിങ്ങൾ ആദ്യം ഇങ്ങനെ വലിച്ചിട്ട് ഇതിന് സെൻട്രലായിട്ട് വെക്കുക. കണ്ടോ എല്ലാം ഈ ലൈനിന് കണ്ടോ, ഇതിന്റെ സെന്റർ ഇവിടെ ആയിരിക്കണം, കേഴ്സ് മനസ്സിലായില്ലേ? എല്ലാം ഇതിന് സെൻട്രലായിരിക്കണം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെ വെച്ചു. അപ്പോ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സെൻട്രൽ ലൈൻ തന്നെ ഇല്ല, അതൊന്നും മാറ്റമൊന്നും വേണ്ട, അത് രണ്ടും കൂടി അവിടെ കിടക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യരുത്, അറ്റാച്ചോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഈ ഗ്രിഡ് നമ്മൾ ഈ ഗ്രിഡ് ലൈനിന്റെ കണ്ടോ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് കണ്ടോ, അപ്പൊ ഈ സാധനത്തിന് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്നാപ്പ് ചെയ്ത് പോകണം. കൺട്രോൾ ഡി പ്രസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് നോക്കിയേ, കൺട്രോൾ ഡി പ്രസ് ചെയ്യണം കേട്ടോ. കൺട്രോൾ ഡി പ്രസ് ചെയ്യാതെ കിട്ടൂല. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക, എക്സ് പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് സ്നാപ്പ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് പോവാം കേട്ടോ. ഏകദേശം നമ്മൾക്ക് ഒരു സർക്കിൾ നമുക്ക് ഇവിടെ വരക്കാൻ പറ്റണം. അപ്പൊ ഇത് ആ സർക്കിളേ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ ഇങ്ങനെ വരച്ച് കോപ്പി എടുത്ത് ഏകദേശം ഒരു കണക്ക് വെക്കാം. കാരണം ഇതിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ആ ഒരു ഇത് കിട്ടുന്നത്, ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇത്രയും മാത്രം നമ്മൾ ചെയ്യും. ഇത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, അറ്റാച്ചോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതിനെ കൺട്രോൾ ജി പ്രസ് ചെയ്യുക, അതായത് ഗ്രൂപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ ഇങ്ങനെയാണുള്ളത് കണ്ടോ, ഔട്ട്ലൈനുകൾ കാണുന്നത് ഇങ്ങനെ കുറേ കേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണുന്നു അല്ലെ. അപ്പൊ ഈ ഒരു കേഴ്സ് കുറേ എണ്ണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്തെടുക്കാനോ റൊട്ടേറ്റ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരിക്കലും അറ്റാച്ചും ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൺട്രോൾ ജി പ്രസ് ചെയ്യുക. കൺട്രോൾ ജി പ്രസ് ചെയ്ത് നമുക്ക് എല്ലാം കൂടി സെലക്ഷൻ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ജി പ്രസ് ചെയ്തിട്ട് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ മോഡിഫൈ പോയി സെന്റർ പിവറ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണം കേട്ടോ. സെന്റർ പിവറ്റ് നിർബന്ധമുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത് സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യുക. എങ്ങനെ സ്നാപ്പ് ചെയ്യുക, നമ്മൾ എക്സ് പ്രസ് ചെയ്തിട്ട് ഗ്രിഡ് സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യുക. എക്സ് പ്രസ് ചെയ്ത് ഗ്രിഡിന് സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യുക. ഓക്കെ, സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ ഒന്നും കൂടിയും ഒരു കോപ്പിയും കൂടി എടുക്കേണ്ടി വരും. കാരണം ഇത് ഔട്ട്ലൈനർ നോക്കിയാൽ ഇത് മാത്രം ഗ്രൂപ്പ് 1 ആണ്. ഒന്നുകൂടി എടുക്കുക, കൺട്രോൾ ഡി. അപ്പൊ ഗ്രൂപ്പ് 2 വന്നോ. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇപ്പൊ ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ ഉള്ളതാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, നേരെ തിരിച്ചും കൂടി കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുക. റൊട്ടേറ്റ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. റിലേറ്റീവ് സ്റ്റെപ്പ് സ്നാപ്പ് റിലേറ്റീവ് 90 ഡിഗ്രി കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്തായി, ഗ്രൂപ്പ് 2 കൂടി വന്നു. കണ്ടോ ആ നെറ്റ് ഇതാ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ട് ഇതാ ഒന്നിന്റെ മുകളിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ പാരലായിട്ട് വന്നില്ലേ. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ടിനെയും കൂടി സെലക്ട് ചെയ്ത് കുറച്ച് സമയം പിടിക്കും കേട്ടോ. എന്റെ അറ്റാച്ച് ആയിട്ട് കുറച്ച് ഇത് അറ്റാച്ച് ആവണം. അപ്പൊ ഈ രണ്ടിനെയും കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, മോഡിഫൈ പോയി സെന്റർ പിവറ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണം കേട്ടോ. അതായത് സെന്റർ പിവറ്റിലായിരിക്കണം ഈ സാധനം, മനസ്സിലായില്ലേ? ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ രണ്ടും സെന്റർ പിവറ്റിലായിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കേഴ്സിൽ പോവുക. കാരണം എന്തുകൊണ്ട് കേഴ്സിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഇത്രയും കഴിഞ്ഞതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. കാരണം അത്രയും നേരം നമ്മൾ അറ്റാച്ച് ചെയ്യാത്ത പറഞ്ഞാൽ ഇവിടെ താഴെയുള്ള കോപ്പിയും കൂടി എടുത്തു കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുന്നതിന് പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ചല്ലോ. അപ്പോ ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടൂല. അറ്റാച്ച് പറഞ്ഞാൽ എല്ലാം കൂടി ജോയിന്റ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതിനും കൂടി നമുക്ക് സെലക്ട് ചെയ്തിട്ട് വരക്കുമ്പോൾ ബുദ്ധിമുട്ട്, പിന്നെയും അറ്റാച്ച് ചെയ്യേണ്ടി വരും. 3 തവണ അറ്റാച്ച് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അത് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കേഴ്സിൽ പോയി നമ്മൾ അറ്റാച്ച് കൊടുക്കും. അറ്റാച്ച് കൊടുക്കുക കുറച്ച് സമയം പിടിക്കും. നമ്മുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റിയും ഇതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും. കാരണം ചില ആൾക്കാർ വർക്കുകൾ കൂടുതൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ സിസ്റ്റത്തിൽ ഫയലുകൾ കൂടുതലായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ക്ഷമ കാണിക്കുക. അത് നമുക്ക് സ്റ്റക്കായി പോയി ഹാങ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അപ്പൊ കുറച്ച് ക്ഷമ കാണിച്ച് നോക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ ഔട്ട്ലൈനറിൽ ഇവിടെ അറ്റാച്ച് ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ക്ഷമയുള്ള ഒരു ജോലിയാണ്, നമുക്ക് ക്ഷമ വേണ്ട ഒരു ജോലിയാണ് നമ്മുടെ 3D ഡിപ്പാർട്ട്മെന്റ്. 3D അല്ല, ഏത് ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇത് തന്നെയാണ്, ക്ഷമ വേണ്ടതാണ്. അപ്പൊ ക്ഷമ കാണിക്കുക. നല്ല ഡിസൈനർ ആവണമെങ്കിൽ നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ഇനി വേണ്ട. കാരണം നമ്മൾ അറ്റാച്ച് ചെയ്തല്ലോ, അത് രണ്ടും ഡിലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റാച്ച് ചെയ്തു അല്ലേ, നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ഇവിടെ കൺട്രോൾ എ അടിച്ച് നമ്മൾ ആട്രിബ്യൂട്ട്സിൽ നോക്കാം. നമുക്ക് ഇവിടെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി ഒന്നുമില്ല. കാരണം ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അടുത്ത ഡിഫോമേഴ്സ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഹിസ്റ്ററി കൂടുതലുണ്ടെങ്കിൽ, ഹിസ്റ്ററി പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വേസ്റ്റിൽ അതിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഫോമേഴ്സ് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ 2 തവണ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹിസ്റ്ററിയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഹിസ്റ്ററി ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ധൈര്യമായി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിവറ്റ് പോയിന്റ് ഇവിടെ സെൻട്രലാക്കി ആക്കണം. മോഡിഫൈ സെൻട്രൽ പിവറ്റ്. സെൻട്രൽ തന്നെ ഉണ്ട്, ഉണ്ടോ? സെൻട്രൽ തന്നെ വേണം കേട്ടോ. ഇത് സെൻട്രലല്ല ഉള്ളത്. അപ്പോൾ ഇതിന്റെ എക്സ് പ്രസ് ചെയ്തിട്ട് ഇതിന് സെൻട്രലിലേക്ക് എത്തിക്കുക. ഇപ്പൊ സെൻട്രൽ, ഇപ്പൊ അങ്ങ് സെൻട്രൽ കണ്ടോ? ഇപ്പൊ അങ്ങ് അതിന് സെൻട്രലിലേക്ക് പോകും. കറക്റ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫയൽ സേവ് ചെയ്ത് വെക്കേണ്ട നിർബന്ധമാണ്. ഫയൽ സേവ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഫയൽ സേവ് ചെയ്തില്ല, സേവ് ആസ് കൊടുത്തു. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ പോയി സേവ് ചെയ്യുന്നത്. ഞാനിവിടെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളും അതുപോലെ മൈക്ക് ക്ലാസ്. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തു. ഒരു ഉറപ്പിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പരിപാടി പോളി മോഡലിംഗിൽ പോവാ. നമ്മൾ ഇവിടെ പോയി നമ്മൾ പ്ലെയിൻ എടുക്കാം. പ്ലെയിൻ ഇവിടെ പ്ലെയിൻ നിങ്ങൾ ക്രിയേറ്റിൽ പോയിട്ട് ഇത് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ. പോളിഗൺ പ്രിമിറ്റീവ്സ് ഇന്ററാക്റ്റീവ് ക്രിയേഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി. കാരണം സെൽഫായിട്ട് അത് ക്രിയേറ്റ് ആയിക്കോട്ടെ, ബുദ്ധിമുട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് സ്കെയിൽ ചെയ്യാം. അതിന് സ്കെയിൽ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി ഇതാ ഇതിന്റെ വെളിയിൽ പോവാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ വെളിയിൽ നിന്ന് കണ്ടാൽ അറിയില്ലേ, അറ്റാച്ച് ചെയ്ത ഭാഗങ്ങളാണ് ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. അപ്പൊ അതിന് കണക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം അറിയോ? ടി പ്രസ് ചെയ്യുക. ടി അറിയാലോ, ടി പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ ചാനൽ ബോക്സ് ഇത് വരും. ടി പ്രസ് ചെയ്തിട്ട്, അതായത് ഇതിന്റെ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്ലെയിൻ ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഡിഫോമേഴ്സ് നമുക്ക് വർക്കാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഇവിടെ നമ്മൾ സബ്ഡിവിഷൻ വിടുത്ത് 50 കൊടുക്കാം. 100 കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് 100 കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. 50 കൊടുക്കും. 50 കൊടുത്തതിന് ശേഷം നോക്കിയേ, 50 കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇത് എല്ലാം കൂടി ഒരു ഇതായിട്ടുണ്ട്, സെഗ്മെന്റുകൾ 50 കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം? നമ്മളെ ഇത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ഔട്ട്ലൈനിൽ പോയിട്ട് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന ഈ കർവിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എല്ലാം പോയി ഈ പ്ലെയിനെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളെ പണി ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫോമേഴ്സ് നമ്മൾ ആയിക്കൊണ്ടേയിരിക്കുന്ന ഡിഫോമേഴ്സ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ മോഡലിംഗ് മെനു മാറ്റിയിട്ട് ആനിമേഷനിലേക്ക് സ്വിച്ച് ചെയ്യുക. ആനിമേഷനിലാണ് ഈ കാണുന്ന സാധനങ്ങളില്ല, ഡിഫോമേഴ്സ് എല്ലാം ഇല്ല. അപ്പോൾ ഈ ഡിഫോമേഴ്സ് ആനിമേഷൻ മെനുവിലുള്ളത്. ആനിമേഷൻ മെനുവിൽ പോയിട്ട് ഡിഫോമിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ആദ്യം ഇവിടെ ആപ്പ് ടൂൾ കൊടുക്കുക. ആപ്പ് ടൂൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്പ് ടൂൾ ഇവിടെ ഓപ്ഷനിലൊന്നും പോകണ്ട, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ചു നേരം താമസം പിടിക്കും കേട്ടോ. കുറച്ചു നേരം നിങ്ങൾ നിൽക്കുക, ആപ്പ് ടൂൾ എടുക്കുക. കുറച്ചു നേരം താമസം പിടിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആപ്പ് ടൂൾ ആയിട്ടുണ്ടെങ്കിൽ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിസ്റ്ററി ഒന്നും ഡിലീറ്റ് ചെയ്യരുത്. ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത ആപ്പ് പോവും. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രശ്നം വരും, മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇത് സെലക്ഷനിൽ തന്നെ നിന്നോട്ടെ. സെലക്ഷനിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? W പ്രസ് ചെയ്യുക, മൂവ് ടൂൾ പ്രസ് ചെയ്യുക. മൂവ് ടൂൾ പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആനിമേഷനിൽ തന്നെ ഡിഫോമിൽ ഇവിടെ നമുക്ക് സ്കൾപ്റ്റ് ടൂൾ ഉണ്ട്. സ്കൾപ്റ്റ് ടൂൾ എടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിലൊന്നും പോണ്ട, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സ്കൾപ്റ്റ് ടൂൾ വന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. സ്കെയിൽ ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് എത്രയാണ് നമ്മുടെ മൈക്കിന്റെ ഇത് വരുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യുക. നല്ല വലുതായിട്ട് ചെയ്യണ്ട, കുറച്ച് ചെറുതായിട്ട് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. എനിക്ക് ഇത്രയേ വേണ്ടു. അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യാം. ഒരിക്കലും ഇത് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ഇത് ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഔട്ട്ലൈനറിൽ പോവുക. ഔട്ട്ലൈനറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്കൾപ്റ്റിന്റെ സ്ട്രെച്ച് ക്ലിക്ക് ചെയ്യുക. പറയും ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറണ്ടോ ഇങ്ങനെ നെറ്റ് പോലെ വരും. മൂവ് ടൂൾ താഴോട്ട് മൂവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കണം, ഇങ്ങനെ അങ്ങ് കുറേ ഇതാക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടുന്ന പോലെ നമ്മൾ കണ്ടോ ഏകദേശം വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി സേവ് ചെയ്തിട്ടുണ്ട്. സേവ് സീൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനിയിപ്പം ഇത് മൊത്തം നോക്കിയാൽ ഇത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എടുത്തിട്ട് വർക്ക് ചെയ്യണം. ഏതിലേക്ക്? ഇതിനെ മെഷിലേക്ക് വർക്ക് ചെയ്യണം. മെഷിലേക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഔട്ട്ലൈനറിൽ പോവുക. ഔട്ട്ലൈനർ ആദ്യം നോക്കാം. ഔട്ട്ലൈനറിൽ ഈ സാധനങ്ങൾ ഇങ്ങനെയുള്ളത്. ഒന്ന് ഇതുണ്ട്, നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനം. പ്ലെയിൻ ഉണ്ട്, പിന്നെ ഈ ടൂൾ ഉണ്ട്, സ്കൾപ്റ്റ് ടൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വേണ്ട, ഈ സ്കൾപ്റ്റ് ടൂൾ വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക?
ഇതിനെ മൊത്തത്തിൽ അങ്ങ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് പോവാ, ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി അങ്ങ് കളയാം. ഹിസ്റ്ററി കളഞ്ഞാൽ എന്ത് ഗുണമില്ല, പ്ലെയിൻ വേണ്ട, നമുക്ക് പ്ലെയിൻ കളയാൻ പറ്റും. അതുപോലെ ഓക്കെ, ആ ടൂളും കൂടി പോയി, നമ്മുടെ ടൂളും കൂടി പോയി. നമുക്ക് ഇനി ഇത് മാത്രം മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ആ വലയാക്കി എടുക്കണ്ടേ, മെഷ് ആക്കി എടുക്കണം അല്ലെ. മെഷ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മോഡലിംഗിൽ പോവാ, മോഡലിംഗ് മെനുവിലേക്ക് സ്വിച്ച് ചെയ്യുക. മോഡലിംഗിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, നമ്മുടെ കേർവ് സർഫസസിനെ ടു കൺവേർട്ട് ടു പോളിഗൺ അല്ലെ, പഠിച്ചിട്ടില്ലേ നമ്മള്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പോളിഗൺ ആക്കാനോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പെയിന്റ് മെഷ് ഉപയോഗിക്കും. പെയിന്റ് മെഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു തരും ഞാൻ. അപ്പൊ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പെയിന്റ് മെഷ് ആണ്. എങ്ങനെയാണ് ഈ പെയിന്റ് മെഷ് ഉപയോഗിക്കുന്നത്? പെയിന്റ് മെഷ് എന്നുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ബ്രഷ് ആയിട്ടുള്ള കിട്ടുന്നുണ്ട് കേട്ടോ, കുറെ ടൂൾസ് ബ്രഷ് ആയിട്ടും ഇതായിട്ടും കിട്ടുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള പറഞ്ഞു തരും ഞാൻ. ഇപ്പൊ മോഡലിംഗിൽ ഇവിടെ പോയി നമ്മളെ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മോഡലിംഗിൽ സ്വിച്ച് ചെയ്ത ജനറേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ സാധനം സെലക്ട് ചെയ്യണം കേട്ടോ. ഇതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കേവ് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യൂട്ടിലിറ്റീസിൽ പോയിട്ട് ഇവിടെ അറ്റാച്ച് ബ്രഷ് ടു കേവ്സ്, അറ്റാച്ച് ബ്രഷ് ടു കേവ്സ്, അറ്റാച്ച് ബ്രഷ് ടു കേവ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച് ബ്രഷ് ടു കേവ്സ്. അപ്പൊ അറ്റാച്ച് ബ്രഷ് ടു കേവ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് ഒരു അറ്റാച്ച് ബ്രഷ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ, ബ്രഷ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ എ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് കിട്ടും. ആ ആട്രിബ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഈ സ്ട്രോക്കിന്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ, ഇവിടെ നമുക്ക് ഗ്ലോബൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ തിക്നെസ് കുറവാണ് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലോണം തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇതിന്റെ ഈ ഗ്യാപ്പ് നമുക്ക് എന്തായാലും കാണണം. ആ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അത് വർക്ക് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഏകദേശം മിനിമം ഗ്യാപ്പിൽ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, മിനിമം ഗ്യാപ്പിൽ വേണം വെച്ചിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഏകദേശം ഇത്ര വെച്ചിട്ടുണ്ട്. ഞാൻ 5 തന്നെ കൊടുക്കാം, അതാണ് നല്ലത്. ഞാൻ ഏകദേശം ഒരു 5 കൊടുക്കാം, അല്ലെങ്കിൽ 4 കൊടുക്കാം. നിങ്ങൾക്ക് നോക്കാം 5 കൊടുത്താൽ എത്ര മടങ്ങുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ 5 കൊടുത്തിട്ടുണ്ട്, എനിക്ക് 5 മതി. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ ചെയ്തതിന് ശേഷം നോക്കിയേ, ഇത്രയും ഞാൻ ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. അടുത്തത് ഏതാണ്, എനിക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഞാൻ പെയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. ഞാൻ ഇതിനെ ആദ്യം കൺവേർട്ട് ചെയ്താണ് ഡിഫോമറിൽ പോയിട്ട് അത് ചെയ്തു, യൂട്ടിലിറ്റീസ് പോയിട്ട് അത് ചെയ്തു. അതിനുശേഷം ഇവിടെ പോയി നമ്മളെ ജനറേറ്ററിൽ പോയിട്ട് നമ്മൾ ഇത് ചെയ്തു അല്ലെ. ഏത് ചെയ്തു? ഓക്കെ, ഇത്ര വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് പോയിട്ട് ഇത് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ചെയ്യണം, ഇത് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം ഇനി കൺവേർട്ട് ചെയ്യണം. മോഡിഫൈ പോയി കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് എന്താണെന്ന് പറയാം, അതായത് നമ്മൾ നേരത്തെ ചെയ്തത് ജനറേറ്ററിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്തത്, ജനറേറ്റ് പോയിട്ട് നമ്മൾ ഇതിനെ തിക്നെസ് ആക്കി. യൂട്ടിലിറ്റീസ് പോയിട്ട് യൂട്ടിലിറ്റീസ് പോയിട്ട് അറ്റാച്ച് ബ്രഷ് ടു കേവ്സ് ആക്കി. അതുകൊണ്ടാണ് ഇതിങ്ങനെ തിക്നെസ് വന്നത്. ഇനി നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? പോളിഗൺ കൺവേർട്ട് ആയിട്ട് മാറ്റാം. ഇത് പോളിഗൺ ആണോ ഇതില്? ഇവിടെ ഇപ്പം നമ്മുടെ ഔട്ട്ലൈനറുകൾ ഒന്നും പോളിഗൺ കാണിക്കുന്നില്ല. അപ്പൊ നിർബന്ധമായി ഇതിന് പോളിഗൺ ആക്കണം. പോളിഗൺ ആക്കണമെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ, ഏത് സർഫസ് ആണോ ഏത് കേവ്സ് ആണോ അതിനെ പോളിഗൺ ആക്കണമെങ്കിൽ മോഡിഫൈയിൽ കൺവേർട്ടിൽ പോകണം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിച്ചത്, പെയിന്റ് ആണ് ഉപയോഗിച്ചത് അല്ലെ, പെയിന്റ് ടൂളാണ് ഉപയോഗിച്ചത്. അപ്പൊ പെയിന്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് പെയിന്റ് എഫക്ട് പോളിഗൺ ഓപ്ഷനിൽ പോവാ. ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഔട്ട്പുട്ട് നമുക്ക് കോഡ് സൈറ്റ് കിട്ടണ്ട, അവിടെ ടിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 0 വാല്യൂ കൂടുതൽ കൊടുക്കുക, ഒരു 0 കൂടി വാല്യൂ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ പോളി ലിമിറ്റ് എത്രയാണെന്ന് വേണ്ട, നിങ്ങളെ ലിമിറ്റ് അനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യണ്ട. പോളിഗൺ എത്ര ലിമിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ പോളിഗൺ ലിമിറ്റ്സ് ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ പോളിഗൺ ആയി കൺവേർട്ട് ആയതിന്റെ ഒരു തെളിവാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഇവിടെ പോളിഗൺ നമുക്ക് കാണിക്കാൻ പറ്റും കണ്ടോ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, പോളിഗൺ ആയിട്ട് കൺവേർട്ട് ആയി. ഇതെല്ലാം പോളിഗൺ ആയിട്ട് കൺവേർട്ട് ആയി. വിൻഡോയിൽ ഔട്ട്ലൈനർ ഇവിടെ മെഷ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മെഷ് ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം ഈ മെഷ് ഗ്രൂപ്പ് ഇപ്പൊ ഇതൊന്നും വേണ്ട, നമുക്ക് മെഷ് ഗ്രൂപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനെ മെറ്റീരിയൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അസൈൻ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അസൈൻ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽ, അസൈൻ ഫേവറേറ്റ് മെറ്റീരിയൽ. എക്സിസ്റ്റ് അല്ല, ഫേവറേറ്റ്, കാരണം അതിൽ മെറ്റീരിയൽ ഇല്ല, അതാ ബ്ലാക്ക് ആയിട്ട് കാണും അല്ലെ. ഒന്നുകൂടി പറഞ്ഞു തരണോ, ഇത് ബ്ലാക്ക് ആയിട്ട് കാണുന്നതിന്റെ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഭയങ്കര ബ്ലാക്ക് ആയിട്ട് കാണും. അപ്പൊ ഇതിൽ കുറെ സാധനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സാധനങ്ങളിൽ ഇതിലുണ്ട് കണ്ടോ.
ഇതിൽ കുറെ സാധനങ്ങളുണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നിർബന്ധമായി ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് മൊത്തം ഒന്ന് സെലക്ട് ചെയ്തോട്ടോ. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ഇവിടെ നമുക്കൊരു സാധനം കളയാനുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ നമുക്കൊരു സാധനം കളയാനുണ്ട്. ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ, എഡിറ്റ് പോയിട്ട് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. മനസ്സിലായില്ലേ? ഒന്നുമില്ല, അത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ആ നേരത്തെ വരുന്ന മെഷ് ഗ്രൂപ്പിനെ അൺഗ്രൂപ്പ് ചെയ്യുക, കാരണം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ഈ സാധനം വേണ്ട, ഡിലീറ്റ് ചെയ്യുക. അത് വേണ്ട, സ്ട്രോക്ക് വേണ്ട, പോളി വേണ്ട, കാരണം ഇത് മാത്രം മതി നമുക്ക്. മനസ്സിലായില്ലേ? നമുക്ക് അത് മാത്രം മതി. അത് മാത്രം നമ്മൾ മെഷായിട്ട് എടുത്തിട്ടില്ലേ, അപ്പൊ അത് മാത്രം മെഷായിട്ട് മതി. അത് മാത്രം നമ്മൾ മെഷായിട്ട് എടുത്തിട്ടില്ലേ, ബ്രഷ് നമ്മൾ ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രം നമുക്ക് മെഷായിട്ട് മതി. ഇനി എന്ത് ചെയ്യുക, മെഷിനെ മാത്രം എന്ത് ചെയ്യുക, അസൈൻ ഫേവറേറ്റ് മെറ്റീരിയൽ പോയിട്ട് ബ്ലിന്ന് കൊടുക്കുക. ബ്ലിന്ന് കൊടുക്കുമ്പോൾ ആ നെറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ബ്ലിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സർഫസ് മെറ്റീരിയലിലേക്ക് മാറ്റും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ബ്ലിന്ന് കൊടുക്കുന്നു കേട്ടോ. അതിന്റെ കൂടി ബ്ലിന്ന് മാത്രം ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാവും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. അതായത് ഇതിന്റെ ഇത്രയും ഭാഗങ്ങൾ വേണ്ടല്ലോ, നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ അത്രയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. അപ്പൊ കണ്ടോ, ആ നെറ്റ് മാത്രം നമുക്ക് കിട്ടി കയ്യിൽ. കണ്ടോ, മനസ്സിലായില്ലേ? ആ നെറ്റ് മാത്രം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. അത് ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ അത് എന്തായാലും കട്ടായി പോകും. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഇല്ല, അതുകൊണ്ട് അത് കട്ടായി പോകും. നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല അത് എന്തായാലും. നമ്മളിപ്പോ ഏകദേശം ഇത്ര വരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഡിലീറ്റ് കണ്ടോ, ഏകദേശം ഇത്ര വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്ര വരെ നമുക്ക് ചെയ്യാൻ പറ്റിയത് കണ്ടോ, ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. കാരണം ഇതിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റമിലെ ഹാങ് ആവും. കാരണം ഇത് കുറേ മെഷ് ഇല്ലേ, അപ്പൊ അത്രയും മെഷ് വരുന്ന ഒരു സാധനം. അപ്പൊ ഏകദേശം നമ്മൾ ഇതിന്റെ കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ കവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് മോഡിഫൈ പോയി സെന്റർ പോയിന്റ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് DV പ്രസ് ചെയ്തിട്ട് ഇതിന്റെ അറ്റത്തേക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നോക്കിയാൽ ഡിയും ബിയും പ്രസ് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്തതിന് ശേഷം X പ്രസ് ചെയ്തിട്ട് സെന്ററിലേക്ക് സ്നാപ്പ് ചെയ്യുക. എന്നിട്ട് സെന്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടുക. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കാരണം നമ്മളെ മൈക്ക് സെറ്റ്, നമ്മളെ മൈക്രോഫോൺ വരുന്നത് എങ്ങനെയാണ്, മൈക്രോഫോണിന്റെ ഇത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും വരുന്നുണ്ട്. അപ്പൊ ഒരു സ്പിയർ ആയിട്ടാണ് വരുന്നത്. സ്പിയർ അല്ല, ഒരു ഓവൽ ഷേപ്പ് പോലെ വരുന്നുണ്ട്. അപ്പൊ അത് ഓവൽ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊന്ന് സ്കെയിൽ ചെയ്താൽ മതി. Y ആക്സിസിൽ ഒന്ന് സ്കെയിൽ ചെയ്താൽ മതി. കണ്ടോ, Y ആക്സിസിൽ നല്ലോണം പിടിച്ച് വലിക്കരുത്. ഒരു ഏകദേശം ഒരു ഷേപ്പ് ആയിരിക്കണം. നിങ്ങൾ അധികം പിടിച്ച് വലിച്ചാൽ അത് ബോറായിരിക്കും. ഏകദേശം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഈ ആക്സിസിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പിടിക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ വരരുത്. Y ആക്സിസ് വാല്യൂ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഏകദേശം ഒന്ന് പൊന്തിച്ചു നോക്കുക. കണ്ടോ, ഏകദേശം ഇത്ര ഒരു വാല്യൂല് പൊന്തിച്ചു നോക്കുക. അധികം ആക്കി വെച്ചാൽ ബോറായിരിക്കും. അത് മെഷ് വലിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ ആ ഒരു വാല്യൂല് വേണം വർക്ക് ചെയ്യാൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കൽ എങ്ങനെയാണ്, ഞാൻ DV പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ സെന്ററിലേക്ക് ഞാൻ ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ സെന്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഡിയും എക്സും പ്രസ് ചെയ്തിട്ട് സെന്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എടുക്കുകയാണ്. എഡിറ്റ് പോയി ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിൽ പോയി ഏത് ആക്സിസ് ആണോ എനിക്ക് താഴോട്ട് വേണ്ടത്, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. റീസെറ്റ് ചെയ്യുക, എക്സ് വൈ ആക്സിസ് ആണ് വേണ്ടത്. Y ആക്സിസ് -1 ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ. കണ്ടോ, ഒന്നില്ലേ? കണ്ടോ, നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇത് വേണ്ടതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ ഇത് ഇവിടെ മുകളിൽ ഇത്ര വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ച് ചെറുതാക്കാം. ഓക്കെ, താഴെ ഇത്ര മതി. നമ്മൾ ചെയ്യുന്ന നമ്മളെ ഇതനുസരിച്ച് കണ്ടോ, ഞാൻ ഏകദേശം ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ എനിക്ക് ഇതിന്റെ താഴെ ഇത്ര വേണ്ട, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫേസ് എടുത്തിട്ട് ഇത്രയും ഭാഗങ്ങൾ എനിക്ക് വേണ്ട എങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. കാരണം ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. മൈക്രോഫോൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ സേവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് സേവ് ചെയ്യുന്നുണ്ട്. സേവ് സീനാസ് ഞാൻ ക്ലാസ് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം കേട്ടോ, കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ താഴെയുള്ള ഭാഗങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര വരെ ചെയ്തല്ലോ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതിന്റെ ഈ ഒരു ഭാഗം, അതായത് ഞാൻ ചിത്രത്തിൽ കാണിക്കാം ഏതാന്നുള്ളത്. ഇതാ ഈ ഒരു ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഇതിന്റെ ഗ്യാപ്പ്, നമ്മൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിന്റെ ഈ സെൻട്രൽ ഈ വിടവ് ആണ് നമുക്ക് ഇനിയിപ്പോ ചെയ്യേണ്ടത്. അതും ഇതും നമുക്ക് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അത് പൂർത്തിയാവും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ സിലിണ്ടർ എടുക്കുക. സിലിണ്ടർ ഷേപ്പിലല്ലേ, സിലിണ്ടർ ഷേപ്പ് എടുക്കുക. സിലിണ്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ വരക്കാം, ഒന്ന് സ്കെയിൽ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ സെൻട്രൽ വാല്യൂ വിട്ടിട്ട് കളിക്കാത്ത കേട്ടോ. സെൻട്രൽ വാല്യൂ തന്നെ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാ, ഇത് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് വരച്ചു. ഇത് ചെറിയ കുറച്ചും കൂടി ഒന്ന് റേഡിയസ് കൂട്ടണം കേട്ടോ. അതിന് പുറത്തേക്ക് വരണം. ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം. കാരണം ആ നെറ്റ് അതിന്റെ ഉള്ളിലല്ലേ വരേണ്ടത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം അറിയോ? ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുവിൽ വേണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഭാഗം വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾ ടച്ച് പ്രസ് ചെയ്യുക. ഓൾ ടച്ച് പ്രസ് ചെയ്തിട്ട് നമ്മളിത് 20 തന്നെ മതി കേട്ടോ. ഇതിന്റെ സബ്ഡിവിഷൻ ആക്സിസ് 20 തന്നെ മതി. വെർട്ടെക്സ് എടുക്കുക, രണ്ടും കൂടി സെലക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ F11 ഫംഗ്ഷൻ കീ, F11 അല്ല, F11 ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. അതിന് ഡിലീറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഡിലീറ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും. കൺട്രോൾ ഷിഫ്റ്റ് H പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോക്കിയേ ഇവിടെ ഇല്ല ഭാഗം, ഈ എഡ്ജസ് സെലക്ട് ചെയ്യുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക. രണ്ട് എഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യും. ഇങ്ങനെ ഞാൻ കുറച്ച് ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രൂഡ് കണ്ടോ, എക്സ്ട്രൂഡ് കൊടുക്കും. അപ്പൊ അതായിട്ടുണ്ട്. അപ്പൊ ഏകദേശം അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ, അതേപോലെ തന്നെ താഴേക്കുള്ള ഒരു സാധനം വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. അതും നമ്മൾ ചെയ്യാം. W പ്രസ് ചെയ്യുക, കൺട്രോൾ D പ്രസ് ചെയ്യുക, നേരെ താഴോട്ട് കൊടുക്കും. ഇത്ര വരുന്നില്ലല്ലോ. അപ്പൊ അത് സ്കെയിൽ ചെയ്ത് ചെറുതാക്കണം. മാക്സിമം ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കണം. സ്കെയിൽ ചെയ്ത് ചെറുതാക്കണം. ഈ നെറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ നോക്കണുണ്ടോ, അത് കളയരുത്. അത് മാത്രം നിങ്ങൾ കളയരുത്. ഓക്കെ, ചിത്രം നോക്കാം നമുക്ക്. ചിത്രം ഇവിടെ പോയി, ഇതാ ചിത്രത്തിൽ ഇതാ ഇവിടെ ഇങ്ങനെയുള്ള ഇവിടെ കുറച്ച് ഇങ്ങനെ ബേൾ ഷേപ്പിലുള്ളൂ, വരുന്നിട്ട് ഇവിടെ കുറച്ച് ചെറുതായിട്ട് അങ്ങനെയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇല്ല എഡ്ജസ്, വെർട്ടെക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് ചെറുതാക്കും. ഇങ്ങനെ ഉണ്ടോ, ആ ഷേപ്പിൽ തന്നെ വരണത്. ആ നെറ്റ് അതിൻ്റെ ഉള്ളിലായിരിക്കണം കേട്ടോ. നെറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത്ര മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ എന്തായാലും താഴേക്ക് ഒരു 20 തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, സിലിണ്ടർ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ സിലിണ്ടർ ഇതിന് തന്നെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് കൊടുക്കുക കേട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇതിനെടുത്ത് താഴോട്ട് കൊടുക്കുക. എത്രയാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവോ. ചിത്രത്തിൽ നോക്കാം എത്രയാണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത്രയും വേണ്ടു. അതിനും കുറച്ച് ഒരു ഇതുപോലെ വരുന്നുണ്ട്. നമുക്ക് ഇത്ര മാത്രം മതി. ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു സെറ്റ് മാത്രമേ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾ മോഡല് ക്ലിയർ ആയിട്ട് ഇരുന്ന് ചെയ്യാം. നോക്കി ഇവിടുന്ന് ഇവിടം വരെ വരുന്ന ഭാഗം, ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്. ഇവിടെ അതിനങ്ങനെ ഇല്ലാതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിന്റെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലെടുത്തു. അതിനെ ഞാൻ സ്കെയിൽ ചെയ്തു. കാരണം ഒരേ ഇതല്ല ഉള്ളത്. ഒരു സ്കെയിൽ ചെയ്ത് വെച്ചു. കുറച്ച് ഞാൻ അതിനെ പൊതിച്ചു വെച്ചു. ഒന്നും കൂടി ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ വെച്ചു. ഇവിടെ ഞാനൊന്ന് ബിബൽ എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റ്സ് 3 ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി കണ്ടോ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കൊടുത്തു. ഓക്കെ, കണ്ടോ, അതെല്ലാം നിങ്ങളെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ഇവിടുന്ന് ഞാൻ സ്കെയിൽ ചെയ്തു. ഇത് കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട്.
അതിനെ ഞാൻ ഒന്നും കൂടി ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഉള്ളിലോട്ട്. ഡീറ്റെയിൽഡ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതൊരു പ്രശ്നമൊന്നും വരില്ല. ഞാനിവിടെ കുറച്ചും കൂടി ഇതാക്കി ഉണ്ടോ. ഓക്കെ, തെറ്റിയിട്ടുണ്ട്. അതിലൊന്നുകൂടി ഞാൻ സ്കെയിൽ ചെയ്തു ഉണ്ടോ. ഇവിടെ മെർജ് അഡ്ജസ്റ്റ് സെന്റർ ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത് നമ്മൾ വോൾട്ടച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. നമ്മൾ പഠിച്ചിരുന്നല്ലോ ഈ ട്രയാങ്കിൾസ് നമ്മൾ വർക്ക് ചെയ്യരുത്, നമുക്ക് യു വി വർക്കെല്ലാം ചെയ്യുന്നത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ട്രയാങ്കിൾസ് വേണ്ട, ഞാൻ ഇവിടുന്ന് ട്രയാങ്കിൾസ് കളയാനോ പോകും. ഒന്ന് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഓരോന്നായിട്ട് സെലക്ട് ചെയ്യും. ഇവിടെ ഒരു അഡ്ജസ്റ്റ് ഉണ്ട്, കാണാത്ത ഉണ്ടാക്കാം. ഇപ്പൊ വല്ല പോയില്ലേ, ഇപ്പോൾ കോൺസ്റ്റന്റ് ആയില്ലേ, ട്രയാങ്കിൾസ് ഇല്ല. അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിനുക്ക് പണി എടുക്കുക. ഇവിടെ നമുക്ക് സപ്പോർട്ടിങ് എഡ്ജസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമ്മളിവിടെ ബിവൽ എഡ്ജ് കൊടുത്താൽ മതി. സെഗ്മെന്റ്സ് ആഡ് ചെയ്താൽ മതി. ഫ്രാക്ഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എത്ര തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് സെഗ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ടൂൾ പഠിച്ചിരുന്ന ഇൻസെർട്ട് എഡ്ജ് ടൂളിൽ പോയിട്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ എഡ്ജസ് പോയി എത്ര എണ്ണം വേണം 3 കൊടുക്കുക. കഴിഞ്ഞ എല്ലാ എപ്പിസോഡും കാണണം കേട്ടോ. എപ്പിസോഡ് കാണാതൊന്നും നിങ്ങൾ ഇത് പഠിക്കാനാവില്ല. 3 എണ്ണം ഇല്ലെങ്കിൽ 3 എണ്ണം മതി. ഈക്വൽ ആയിട്ട് 3 എണ്ണം മതി, ധാരാളം. ഓക്കെ, അകത്ത് ഇനിയിപ്പോ ഇവിടെ എനിക്കൊരു ചെറിയൊരു ഇതും കൂടി എനിക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക. എല്ലാത്തിനും പോയി സപ്പോർട്ടിങ് എഡ്ജസ് വരക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെയ്തൊന്ന് ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ അതേ കറക്റ്റായിട്ട് കിട്ടും. എല്ലാത്തിനും പോയി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിലും ചെയ്യേണ്ടി വരും. ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു പിടുത്തം നമുക്ക് വേണം. കണ്ടോ, ഓക്കെ അല്ലേ? ഈ ഒരു പിടുത്തം നമുക്ക് അതിൽ വേണം. അപ്പൊ ഇത്ര മാത്രം. ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല, അതുകൂടി നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു എഡ്ജസ് വേണം, ബിവൽ എഡ്ജ്. ഇവിടെ സെഗ്മെന്റ് 1 ഞാൻ ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ ജി പ്രസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെഗ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെയും വേണം. അപ്പൊ ഞാനിത് വീണ്ടും ജി എല്ലാം റിപ്പീറ്റ് കൂടെല്ലാം പഠിച്ചത് നമ്മൾ ജി പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത്രയും മാത്രം മതി. ഇനി ഞാൻ അതിന്റെ ഉള്ളിലുള്ള സെഗ്മെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ കുറെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യും. ഇത്ര വരെ നമ്മുടെ വർക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാനൊന്ന് ഫയൽ സേവ് ചെയ്തോട്ടെ. സേവ്. അപ്പൊ എന്ത് ചെയ്തു, ഫ്രണ്ട് വ്യൂവിൽ പോയി ഞാൻ സ്വിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലുള്ള സ്വിച്ചുകൾ നിങ്ങൾ നോക്കാം, എങ്ങനെ എത്ര സ്വിച്ചുകളാണ് ഉള്ളത് നോക്കാം. ഇപ്പം ഇവിടെ വരുമ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ സ്വിച്ച് അല്ല, ഇത് സ്ക്രൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ സ്വിച്ച് പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഷേപ്പ് ഇതാ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതുകൊണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഒഴിവുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇൻസെർട്ട് എഡ്ജ് ഞാൻ ഓപ്ഷനിൽ പോകണ്ട, ഞാൻ ഈ മൾട്ടിപ്പിൾ വേണ്ട കേട്ടോ. റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. എനിക്ക് ഇവിടെ ഒരു സ്ക്രൂ പോയിന്റ് വേണം. ഇവിടെ ഒരു സ്ക്രൂ പോയിന്റ്. അവിടുന്ന് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് എനിക്ക് ഇവിടെ ഇത്ര വരെ സ്വിച്ചിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അവിടുന്ന് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് എനിക്ക് ഇവിടെ ഒരു സ്ക്രൂ പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ സ്ക്രൂ പോയിന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വെർട്ടെക്സ് സെലക്ട് ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ചാംഫർ വെർട്ടെക്സ് നമ്മൾ പഠിച്ചതാണ്. ഇതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കി പഴയ എപ്പിസോഡുകൾ കാണാതെ ഇതിലേക്ക് പോകരുത്. ഞാനിവിടെ മൾട്ടി കട്ട് എടുത്തു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ കട്ട് ചെയ്യുന്നതെല്ലാം പഠിച്ചിരുന്നത്. ഒരു ട്രയാങ്കിൾ അല്ലേ, ആ ട്രയാങ്കിളിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എല്ലാം സെലക്ട് ചെയ്തു, സ്കെയിൽ റൗണ്ട് ആക്കി. കണ്ടോ, ഓക്കെ, ഏകദേശം റൗണ്ട് ആക്കി. നിങ്ങൾക്ക് വേണം കേവ് വെച്ചിട്ട് ചെയ്യാട്ടോ. പ്രൊഫഷണൽ ആയിട്ട് ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഞാനിപ്പോ ഇത് ഇത്ര വേണോ വേണ്ട ഡിലീറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒന്നും ഒരു ഹോൾ വരും. ഓക്കെ, അതുപോലെ തന്നെ താഴെ എനിക്ക് ആ സ്വിച്ചിന്റെ പോയിന്റ് എപ്പോഴും ഓർമ്മയുണ്ടാവണം കേട്ടോ. സ്വിച്ച് ഇവിടെ വരുന്നത്. അപ്പൊ അത് വിട്ട് ഞാൻ ഇവിടെയാണ് എനിക്ക് ഇത് വരുന്നത്.
ഇത് ചെയ്തു. ഓക്കെ, ഒരു ഗ്യാപ്പ് വരണേ. വാല്യൂ എത്ര വാല്യൂ കൊടുത്താൽ വാല്യൂ കൊടുക്കാം. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കേട്ടോ. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇതിന്റെ ബാക്കിലും കൂടി വരുവേ ചാംഫർ ചെയ്യുന്ന സമയത്ത്. അത് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തത് വെർട്ടെക്സ് മൾട്ടി കട്ട് എടുത്തു. ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു, എൻ്റർ അടിച്ചു. ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ചു, എൻ്റർ അടിച്ചു. എന്ത് ചെയ്തു? ഫേസ് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് കൊടുത്തു. വെർട്ടെക്സ് എന്താക്കി? ഈ വെർട്ടെക്സ് ഞാൻ സെലക്ട് ചെയ്തു. സ്കെയിലിൽ 0 വാല്യൂ പിടിച്ച് ഇങ്ങനെ. ഇവിടെയുള്ള വെർട്ടെക്സും സെലക്ട് ചെയ്തു. ഡ്രാഗ് സെലക്ട് ചെയ്തത് അപ്പുറം കൂടി സെലക്ഷൻ ആവും. കറക്റ്റ് ഒരു സെന്ററിലേക്ക് എത്തിക്കാം. ഇവിടെ ഇത് കണ്ടോ? ചെറുതും വലുതും പറ്റി ചെയ്തിട്ടുണ്ട്. ഇത് ചെറുത്, അത് വലുത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നോക്കിയേ, ഇവിടെ ഞാനൊരു സപ്പോർട്ടിങ് എഡ്ജ് ഇടുന്നുണ്ട്. സപ്പോർട്ടിങ് എഡ്ജ് എപ്പോഴും സപ്പോർട്ടിങ് എഡ്ജ് വേണം. അപ്പൊ അത് ചെറുതായി, ഏകദേശം ഞാൻ അത് ചെറുതാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സപ്പോർട്ടിങ് എഡ്ജ് ഇട്ടു. അല്ലെങ്കിൽ അവിടെ തന്നെ W പ്രസ് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് ഇറക്കി വെച്ചു. ഇവിടെ സപ്പോർട്ടിങ് എഡ്ജ് വേണം. എഡ്ജ് സപ്പോർട്ടിങ് എഡ്ജ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സപ്പോർട്ടിങ് എഡ്ജസ് ഉപയോഗിക്കുന്നത്? അതും എപ്പിസോഡ് കാണാതെ മനസ്സിലാവില്ല. ഓക്കെ, സ്വിച്ച് വരുന്ന ഭാഗം കേട്ടോ. അതനുസരിച്ച് ചെയ്യും. സ്വിച്ച് ആണോ സ്ക്രൂ ആണോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സപ്പോർട്ടിങ് എഡ്ജ് എടുത്തു. W പ്രസ് ചെയ്തു, കുറച്ച് താഴ്ത്തി വെച്ചു. വീണ്ടും ഞാൻ സ്കെയില് ചെയ്യുന്നതിന് ഒരു ഒന്ന് എഡ്ജസ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, സ്കെയിൽ കണ്ടോ? ഇവിടെ സപ്പോർട്ടിങ് എഡ്ജ് വേണമെങ്കിൽ ഇവിടെ വരെ രണ്ടെണ്ണം വന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ബെവൽ ചെയ്യരുത്. ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് വെച്ച് ചെയ്താൽ മതി. എല്ലാം മൾട്ടി കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പൊ അവിടെ 2 ഹോള് വന്നില്ലേ? കറക്റ്റായിട്ട് ഹോള് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇവിടെ വേണ്ട. ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. ഒന്ന് സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക, എന്നിട്ട് സ്മൂത്ത് ചെയ്താൽ മതി കേട്ടോ. സ്മൂത്ത് കണ്ടോ? 2 ഹോള് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഹൈ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇത്രയും എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾ എന്തായാലും മോഡൽ ചെയ്യുന്നതിന്റെ കാര്യം 100% എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇതിന്റെ ഈ സ്വിച്ച് വരുന്നുണ്ട്. അപ്പൊ സ്വിച്ച് വരുമ്പോൾ ഞാനൊരു ഒരു ഇൻസേർട്ട് എഡ്ജ് ഇവിടെ ഒന്നിട്ടു, സെൻട്രൽ ഒന്നിട്ടു, ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഫേസ് സെലക്ട് ചെയ്തു. സ്വിച്ച് വരുന്നതിന്റെ മാത്രമല്ല ഫേസ് സെലക്ട് ചെയ്തു. ഓക്കെ, ആ ഭാഗത്തുള്ള ഫേസ് മാത്രം സെലക്ട് ചെയ്തു. ഞാൻ അതിനെ സ്കെയിൽ ചെയ്തു. കണ്ടോ? സ്കെയിൽ വെച്ച് കുറച്ചൊന്ന് തള്ളി വെച്ചു ഉള്ളിലോട്ട്. അതുപോലെ ഈ എഡ്ജസിനെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ എഡ്ജസിനെ സെലക്ട് ചെയ്യാം. ബിവൽ എഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മനസ്സിലായി? അപ്പോൾ പ്രോബ്ലം കുറെ സോൾവ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളത് വേണ്ട. നമ്മളിവിടെ ഈ എഡ്ജസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തായാലും ഒരു എഡ്ജസ് വേണ്ടി വരും. അപ്പൊ നമ്മളത് ചെയ്യണം അറിയാം. സപ്പോർട്ടിങ് എഡ്ജസ് വേണ്ടി വരും. അപ്പൊ നമ്മളൊരു ബുദ്ധിപൂർവ്വം നമ്മളൊരു കാര്യം ചെയ്യാം. ഇവിടെ ഏകദേശം ഇത്ര വരെ വരച്ചിട്ട് എന്തായാലും വേണ്ടി വരും കേട്ടോ. സപ്പോർട്ടിങ് എഡ്ജ് എന്തായാലും വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് സപ്പോർട്ടിങ് എഡ്ജ് ഇല്ലാതെ ആവില്ല അവിടെ. കാരണം ഒരു ഉറിഞ്ഞ പോലെ ഉണ്ടാവും. ഇങ്ങനെ വെച്ചു. W പ്രസ് ചെയ്തു, ഉള്ളിലോട്ട് വെച്ചു. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. W പ്രസ് ചെയ്തു, കുറച്ചും കൂടി ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വിച്ച് ആക്കി എടുക്കാം. ഞാൻ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് പറഞ്ഞാൽ അറിയാലോ, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. മോഡിഫൈ പോയി സെൻട്രൽ പോയിട്ട് കൊടുക്കണം. എക്സ്ട്രാക്ട് ചെയ്താൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സാധനം അവിടെ നിൽക്കട്ടെ. കൺട്രോൾ H പ്രസ് ചെയ്തിട്ട് ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട്. ഇതിന് സപ്പോർട്ടിങ് എഡ്ജസ് ഇല്ല. കണ്ടോ?
മുകളിലെ കൂടി സപ്പോർട്ട് ചെയ്യും. അപ്പൊ വരക്കണത് മൾട്ടിക്കട്ട് എഡ്ജസ് വെച്ചിട്ട് നമുക്ക് വരക്കാം. ഈസി അല്ലേ? നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ വന്നു, നോക്കിയേ, അതിൽ കൊള്ളരുത്. ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇത് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ എപ്പിസോഡും കാണുന്നവർക്ക് മാത്രമേ ഈ കോഴ്സ് കൊണ്ട് ഉപകാരമുള്ളൂ, 100%. നിങ്ങൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അടിക്കുക. ഇവിടെ ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസിന് എപ്പോഴും നമ്മൾ ട്രയാങ്കിൾസ് കളയണമെങ്കിൽ അതിനെ ഒരു നടുവിലായിട്ടൊരു വരയിട്ട് കൊടുക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു വരയിട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മുമ്പത്തെ ക്ലാസ്സിൽ കാണിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ സെയിം സാധനം വെച്ചിട്ട് തന്നെയാണ് മോഡൽ ചെയ്യുന്നത്, അല്ലാതെ അതിൽ കൂടുതൽ ടൂളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ പ്ലഗിൻസുകളെല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ക്ഷമ കാണിക്കാം. എൻ്റെ ഒരു സമയം വെച്ചിട്ടാണ് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നത്. ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാം കേട്ടോ. ഈ വെർട്ടെക്സ്, ഈ ബാക്ക് ഭാഗം നോക്കണം കേട്ടോ. നിങ്ങളിവിടെ കട്ടായിട്ടുണ്ടാവും, അത് എപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കട്ടായിട്ടുണ്ടോ നമ്മൾ അറിയില്ല. ഇനി എന്ത് ചെയ്യുക, ഈ ട്രയാങ്കിൾസിനെ കളയണം അല്ലേ. നമ്മളിപ്പം ട്രയാങ്കിൾസിനെ കളയണം, പഠിച്ചിരുന്നു നമ്മൾ എങ്ങനെ. ഈ എഡ്ജസും ഡിലീറ്റ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അത് ഇവിടെ പോയിട്ട് തന്നെ പെർസ്പെക്റ്റീവിൽ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂസ് വരും. ജി പ്രസ് ചെയ്യുക. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജി പ്രസ് ചെയ്താൽ മതി. ജി പ്രസ് ചെയ്യുക. ചില സ്റ്റുഡൻറ് എന്നോട് ചോദിച്ചു, സാർ ഇത് അങ്ങനെ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, ഈ കോഡ്സ് കണക്കായിട്ട് തന്നെ വർക്ക് ചെയ്യണോ? കോഡ്സ് കണക്കായിട്ട് തന്നെ വർക്ക് ചെയ്യണം കേട്ടോ, നിർബന്ധമായും. പല സ്റ്റുഡിയോകളിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധമായും കോഡ്സ് കണക്കായിട്ട് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഈ നിങ്ങൾ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റുകളുടെ പണി കൊടുക്കുക, അവർ നിങ്ങളെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ അവർ ചെയ്ത മെഷൊന്നും ശരിയില്ല, നിങ്ങൾക്ക് വർക്കൊന്നും ചെയ്യാനാവില്ല, നിങ്ങളവിടുന്ന് കമ്പനി ചവിട്ടിപ്പിടിച്ച് പുറത്തിടും, 100% ഉറപ്പാണ്. അപ്പൊ അതങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ പറയുന്നത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് സാർ അങ്ങനെ ചെയ്തുകൂടാ, ട്രയാങ്കിൾസ് വെച്ചിട്ട് ചെയ്താൽ എന്താവും? ട്രയാങ്കിൾസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് ട്രയാങ്കിൾസ് വെച്ചതിൽ ബുദ്ധിമുട്ട് അവസ്ഥകളും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതുപോലുള്ള അവസ്ഥകളിലേക്ക് എത്തും. അതുകൊണ്ട് ഒരിക്കലും ട്രയാങ്കിൾസ് വെച്ച് ചെയ്യരുത്. അതുപോലെ ഷേപ്സ് അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബ്ലാക്ക് ആയിട്ട് കാണും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനിവിടെ സപ്പോർട്ടിങ് എഡ്ജ് നല്ല വൃത്തിക്ക് വരച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇവിടെ ഞാൻ സപ്പോർട്ടിങ് എഡ്ജ് ഇടുന്നുണ്ട്. സ്വിച്ചിന് ഇവിടെ ഒരു സപ്പോർട്ടിങ് എഡ്ജ് ഇടുന്നുണ്ട്. ഇവിടെ ഞാനൊരു സപ്പോർട്ടിങ് എഡ്ജസ് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാമെന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ഒരു പാർട്സ്, ആ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സെഗ്മെന്റ് വരക്കാട്ടോ. അതിന്റെ ഷേപ്പ് ഒന്നും കൂടി നിലനിർത്താൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ മൾട്ടിക്കട്ട് ഉപയോഗിച്ചാൽ മതി. മൾട്ടിക്കട്ട് നമ്മൾ ഈ ഉപയോഗം കൂടി പഠിച്ചിട്ടുണ്ട്. മൾട്ടിക്കട്ടിന്റെ ഇങ്ങനെ വരച്ചെടുക്കാനുള്ള ഉപയോഗം കണ്ടോ, മൾട്ടിക്കട്ട്. അപ്പോൾ മെഷ് എത്ര കൂടുതൽ വരുന്നത് നോക്കണ്ട. ഇതിൽ നമ്മൾ ഹാർഡ് സർഫസ് മോഡലെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മെഷിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ ഇതിനൊരു ചെറിയൊരു പണിയും കൂടി കൊടുക്കുക നമുക്ക്. ഇവിടെ ഒരു മൾട്ടി കട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത്രയും ഭാഗങ്ങൾ കണ്ടോ, അതായത് ഇവിടുന്ന് ഇത്രയും ഭാഗങ്ങൾ, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം, മനസ്സിലായില്ലേ? അത്ര വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അതെന്തായാലും നിങ്ങൾ കളയണം. ബാക്ക് സൈഡ് ഈ ഭാഗം വേണ്ട. ഈ ഭാഗത്തിന് എന്ത് ചെയ്യാന്ന് അറിയോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ചതുങ്ങിയ പോലെ ഉണ്ടാവും. അത് നോക്കണം കേട്ടോ ചെയ്യുന്ന സമയത്ത്. ഞാനിപ്പോൾ വലിച്ചിട്ട് ചെയ്യുന്നു. ഷേപ്പ് നഷ്ടപ്പെടാതെ ചെയ്യണേ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യരുത്, വലിഞ്ഞു പോകും. ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മെഷ് വന്നിട്ടുണ്ട്, ഉണ്ടോ? മെഷ് ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രൂഡ് ആയ മെഷിനെ നമ്മളതിന് സെലക്ട് ചെയ്ത് കൺട്രോൾ F11 അടിച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഉണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? സെലക്ട് ചെയ്യുക, കൺട്രോൾ F11 അടിക്കുക, ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ മെഷ് ഉണ്ടോ നോക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ടോ മെഷ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് 4 അടിക്കുക, ഇവിടെ നോക്കാം അതിൽ എക്സ്ട്രാ കൂടുതൽ വന്നിട്ടുണ്ടോ. ഒന്നുമില്ല, കണ്ടോ? ഇത് ഇവിടെയുണ്ട്, കണ്ടോ? ഇവിടെ 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 ഇല്ല, എല്ലാം ക്ലിയർ. അത് നോക്കണം കേട്ടോ, ഒന്നും കൂടി മെഷറിലൊന്നും ലെവൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഈ ഒരു ലെവൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ഞാനൊന്ന് ഫയലൊന്ന് സേവ് ചെയ്യട്ടെ. ഫയൽ സേവ് കൊടുക്കാം. ഓക്കെ, 5 അടിക്കുക. ഞാൻ ഇതിനെ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, നിങ്ങൾ വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുക, W പ്രസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ മാത്രം സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇത് രണ്ടും ഡീസെലക്ട് ചെയ്യുക, ഒന്നേക്കും. ഇതെല്ലാം നിങ്ങളൊരു കാഴ്ചപ്പാട് ചെയ്യുന്ന പോലെ. ഞാനിപ്പം അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ ചിത്രം നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ എത്ര നിങ്ങൾ ട്രിമ്മറെല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതാണ് ട്രിമ്മറെല്ലാം ഉണ്ടാക്കിയെടുക്കുക, മൊബൈൽ ഫോൺ ഉണ്ടാക്കിയെടുക്കുക എന്തെങ്കിലും. ഓക്കെ, അപ്പൊ ഇവിടെ അതുപോലെ ചെയ്യേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഞാനിപ്പം അത് ചെയ്യാനാ പോകുന്നത്, ശ്രദ്ധിക്കാം. മൾട്ടി കട്ട് എടുത്തു, നോക്കി ഇങ്ങനെ വരച്ച് ചെയ്യരുത് കേട്ടോ. ചില ആൾക്കാർ ലൂപ്പിടും, ഇവിടെ ലൂപ്പിടും, ഇവിടെ ലൂപ്പിടും, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതൊന്നും അലോഡല്ല. നമ്മളിങ്ങനെ വരച്ചിട്ട് തന്നെ ചെയ്യണം, മടി കാണിക്കരുത്. മോഡലിംഗ് ആർട്ടിസ്റ്റ് ആയാൽ വർക്ക് ചെയ്യുമ്പോൾ മടി ഉണ്ടാവരുത്, ടെക്സ്ചറിങ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ മടി ഉണ്ടാവരുത്. നിങ്ങൾ ആനിമേറ്റർ ആയാൽ പോലും നിങ്ങൾ കഷ്ടപ്പെടാതെ ഈ സാധനമൊന്നും കിട്ടൂല. നിങ്ങൾ ഈ ഡിസൈനിങ് മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ മടി കാണിക്കൂല, 100%. നിങ്ങൾ മടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആരോ തള്ളിപ്പിടിച്ചിട്ട് കൊണ്ടുവന്ന് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി വരും. നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടിയൊന്നും കാണിക്കൂല. ഓക്കെ, ഞാൻ ഇവിടെ വരെ എത്തിച്ചു. അപ്പൊ ഇവിടെ വരെ എൻ്റർ അടി. ഇത് സെയിം സാധനം ഞാൻ നേരത്തെ ചെയ്ത അതേ സെയിം സാധനം ചെയ്യുന്നത്. ഇവിടെ പോയി, ഇങ്ങനെ പോയി, ഇവിടെ കൊടുത്തു, കണ്ടോ? എൻ്റർ അടിച്ചു, കണ്ടോ? ഇവിടെ പോയി, ഇവിടെ ഇങ്ങനെ കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ പോയി, ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒന്നും കൂടി പറയാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നോക്കി, ഇത് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസ് നമ്മൾ കളയാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഷിഫ്റ്റ് ഡിലീറ്റ് ആണ്. ഷിഫ്റ്റ് ഡിലീറ്റ് പറഞ്ഞാൽ കീബോർഡിൽ ഡിലീറ്റ് അല്ല. ഒരിക്കലും അങ്ങനെ മണ്ടത്തരം ചെയ്യരുത്. വെർട്ടെക്സ് അവിടെ തന്നെ കിടന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ G പ്രസ് ചെയ്യുക, പോയി. പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്ലെൻഡർ എന്ത് ചെയ്യാത്ത സാറേ, ടെക്സ്ചറിങ് എന്ത് ചെയ്യാത്ത സാറേ. ഇതൊരു സിലബസ് ആയിട്ടാണ് ഈ കോഴ്സ് ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ ഇടയിൽ വെച്ചിട്ടല്ല. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ചെയ്യുന്ന ഒരു കോഴ്സ് അല്ല. ഞാൻ ഇത് യൂട്യൂബ് ചാനലിൽ ഇത് കുറെ പാവപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് തന്നെ ഇത് കൂട്ടണം. കാരണം ഒത്തിരി പേർക്ക് പൈസ ഇല്ലാത്ത രീതിയിൽ, പണം ഇല്ലാത്ത അവസ്ഥയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. 1.5 ലക്ഷം 2 ലക്ഷം രൂപയുള്ള ലോണ്, 1.5 എടുത്തിട്ട് ലോൺ എടുത്തിട്ട് പഠിക്കാനാവാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് മാക്സിമം സഹകരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കി, ഇതെല്ലാം നമ്മുടെ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരിടത്ത് മാത്രം നിങ്ങൾ ഇത്ര ഗ്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ക്ഷമയോടുകൂടി നിങ്ങൾ ഇതിനെ വർക്ക് ചെയ്ത് ഇതിന്റെ ഈ സെഗ്മെന്റ്സ് എല്ലാം ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് പണി കൊടുക്കുന്ന രീതി ആവരുത്. കാരണം അവരെ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് UV വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കും ഡബിൾ പണിയാണ്, അവർക്ക് ഒത്തിരി പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ അവരെ എടുപ്പിക്കരുത്. ഓക്കെ, ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു ഇൻസെർട്ട് എഡ്ജ് കൂടി കൊടുക്കുക, കാരണം നമുക്ക് സപ്പോർട്ടിങ് എഡ്ജ് വേണം. ഓക്കെ, ഇത്ര മാത്രം മതി കേട്ടോ. ഇനിയിപ്പോ നമ്മളൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക, ഒന്ന് സേവ് ചെയ്യട്ടെ.
സേവ് ചെയ്യുക. അതുപോലെ ഇതിനെ സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ സ്മൂത്ത് ചെയ്യും. കണ്ടോ? ഓക്കെ, ഇത്ര ഡീറ്റെയിൽഡ് ആയി. കണ്ടോ? ഇവിടെ ആ പിടുത്തൊന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ച ആ പിടുത്തൊന്നും ഇവിടെ ഇല്ല. കണ്ടോ? നല്ല സ്മൂത്ത് ആയിട്ട് ആ സാധനം ഇവിടെയുണ്ട്. കണ്ടോ? ഇല്ലേ? കണ്ടു. ഇനി എന്ത് ചെയ്യാറിയോ? നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്പീർ എടുത്തിട്ട് ചെയ്യാട്ടോ. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മടിയന്മാരല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മടിയന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. മടിയന്മാർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെയ്യാൻ നോക്കണം. ഇത് 8 എഡ്ജസ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ തന്നെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ സ്കെയിൽ ചെയ്തുകൊണ്ട് അത്ര വേണ്ട, നമ്മൾ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ സ്പീർ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്, അത്രയും ബെറ്റർ ആവും. മനസ്സിലായില്ലേ? സ്പീർ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു സ്വിച്ച് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. Ctrl+Shift+H പ്രസ് ചെയ്താൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആ സ്വിച്ചിനെ എടുത്തിട്ട് വെളിയിലേക്ക് ഇടാം. ഇതാ, ഇപ്പൊ സ്വിച്ച് എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് കൊടുക്കുക. തിക്നെസ് വെളിയിലേക്ക് കൊടുക്കുക. കറക്റ്റായിട്ട് വരും. ഇതിനെടുത്തിട്ട് പ്ലേസ് ചെയ്യും. അത് വേണ്ട കേട്ടോ. പിന്നെന്ത് ചെയ്യുന്ന അറിയാം, ഞാനിങ്ങനെ എഡിറ്റ് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ അടിച്ചു കൊടുക്കും. സീക്വൻസ് ഇവിടെ വേണ്ട കേട്ടോ, അതൊരു മണ്ടത്തരായിട്ട് ഞാൻ എടുത്തു. ഇതും വേണ്ടല്ലോ, അതൊരു മണ്ടത്തരായിട്ട്. ഞാൻ ചെയ്യുന്ന പോലെ ശ്രദ്ധിക്കാം. അപ്പൊ ആ ഒരു ഫീൽ കിട്ടുന്നു സോഫ്റ്റ്വെയർ. കണ്ടോ? ഫീൽ നമുക്ക് അവിടെ കിട്ടും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ചെറിയൊരു പൊട്ടത്തരം വന്നിട്ടുണ്ട്. കണ്ടോ? ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിക്കുന്ന സോഫ്റ്റ്വെയർ കണ്ടോ? സൂപ്പറായില്ലേ? നോക്കിയേ, ഇനി നമുക്ക് ആ ഇത് മാത്രമേ ഉണ്ടാക്കി എടുക്കുള്ളൂ. ഏതാ? സ്മൂത്ത് കളയണേ, സ്മൂത്ത് ഔട്ട്. എല്ലാം സ്മൂത്ത് ചെയ്തല്ല, സ്മൂത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ മറക്കരുത്. ഞാൻ സേവ് ചെയ്യട്ടെ, ഫയല് സേവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം, നമ്മൾ ഇത് ചെയ്തിട്ടില്ലല്ലോ, ഇത് സപ്പോർട്ട് എഡ്ജ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ചെയ്യണം കേട്ടോ. ഇവിടെ സപ്പോർട്ട് ഇത് കൊടുക്കണേ. എന്ത് ചെയ്യണം? ഇവിടെ എഡ്ജസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ബിവൽ എഡ്ജ് കൊടുത്താൽ മതി. ബിവൽ എഡ്ജ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ഒന്ന് ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും സെലക്ട് ചെയ്യുക. ജി പ്രസ് ചെയ്യുക. ജി പ്രസ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു സെഗ്മെന്റ് നിർബന്ധമായിട്ട് വേണം. സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ നമ്മളിവിടെ എപ്പോഴും ഫേസ് നമ്മൾ ടെക്സ്ചർ ചെയ്യേണ്ട സമയത്ത് അവിടെ സെഗ്മെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ ഇൻസെർട്ട് എഡ്ജ് ഇട്ടു. ഓക്കെ, അപ്പൊ അതുമായിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഹാർഡൻ എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തല്ലേ. ഇവിടെ ഒരു സെഗ്മെന്റ് വേണം കേട്ടോ. ഇവിടെ എല്ലാം ഒരു സെഗ്മെന്റ് വേണം കേട്ടോ. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് ഒരു സെഗ്മെന്റ് വേണം. അവിടെ നമ്മളൊരു കോഡ്സ് കട്ട് ചെയ്യണം. മിനിമം കോഡ്സ് കട്ട് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ഒരു ആർട്ട് സർഫസ് മോഡലിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണത്? ഇവിടെ നമുക്കൊരു സ്പീർ ഇതിന്റെ ഉള്ളിൽ വരണം. ഈ നെറ്റ് ഹോൾസ് ആയിട്ട് കാണരുത്. ഒന്ന് ഫയലിൽ നിന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്നിനെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. കണ്ടോ? ഇല്ലേ? ഉള്ളിലിരുന്നു. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇല്ല ഭാഗം വേണ്ടല്ലോ. വെറുതെ എന്തിനാ വേണ്ടാത്തൊരു ഫേസ് അവിടെ കിടക്കുന്നത്? അപ്പൊ ആ ഫേസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ഭാഗമില്ല ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. വേണ്ടല്ലോ. കണ്ടോ? അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന് നിങ്ങൾ നിർബന്ധമായിട്ടും കളഞ്ഞിരിക്കണം. അത് എന്തായാലും നിങ്ങൾ ഓർമ്മിക്കണം. ട്രയാങ്കിൾസ് നിങ്ങൾ എപ്പോഴും അലൗഡ് അല്ല.
അപ്പോൾ ട്രയാങ്കിൾസ് ഞാനിപ്പോൾ ഇവിടെ 12 ഞാനിവിടെ മെഷ് നല്ലോണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കി ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്യണ്ട. ഇവിടെ മെഷിന്റെ ആവശ്യമുണ്ട്, കാരണം എന്നാലേ ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ സാധാരണ 12 മെഷ് വന്ന്, അപ്പൊ അത് വേണ്ട. സ്ഫിയറിന് ഈ ഒരു മെഷിൽ തന്നെ ചെയ്യാം, എന്നാലേ ഒരു നീറ്റ്നെസ് ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത് പറ്റും. ഇതെല്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മളെ സ്വിച്ച്. ഈ രണ്ട് ഇത് സ്ക്രൂ ആണോ സ്വിച്ച് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിന്റെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് സ്ക്രൂ ആണെന്ന് എൻ്റെ ഒരു തോന്നല്. അതെ, ഇത് സ്ക്രൂ ആണ്, ഇത് സ്വിച്ച് അല്ല. ഇത് സ്വിച്ച്, ഇത് സ്ക്രൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ പോയി ഒരു സ്പിയർ എടുത്തിട്ടുണ്ട്. ആ സ്പിയറിനെ ഞാൻ നല്ല താഴോട്ട് വന്നപ്പോൾ സ്പിയറിന്റെ താഴോട്ട് കൊണ്ടുവന്നാൽ ഇത് ഇങ്ങനെയല്ല വരേണ്ടത്. സ്പിയറിന്റെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനെ ഞാൻ ഇങ്ങനെ വെക്കണം. ഇവിടെ എനിക്ക് ഇത്ര വേണ്ട, 20 വേണ്ട. ഞാൻ ഇതിനൊരു 12 കൊടുക്കാൻ പോവാ കേട്ടോ. 12 മതി, എനിക്ക് അത്ര വേണ്ട. 12 മതി. ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കുറച്ചൊന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇതിനെ കുറച്ചൊന്ന് പൊന്തിച്ച് വെച്ച് ഇവിടുന്ന് ഇത്ര ഭാഗം എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനാവും കേട്ടോ. ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഭാഗം ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്യുക. അതിന് മുമ്പ് ഒരു പരിപാടി എടുക്കണം നമുക്ക്. കുറച്ച് ഓക്കെ, നമുക്ക് ചെറിയൊരു ഇത്ര പുറത്തേക്ക് ഇത് തള്ളുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാറിയോ, ഇതിനാ നമ്മുടെ ഇത് ഒന്ന് സ്കെയിൽ ചെയ്യാം. നമ്മുടെ മറ്റേ ആ നെറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ സ്കെയിൽ ചെയ്ത്. അപ്പൊ ഇത്ര വന്നല്ലേ, ഇതിനൊന്ന് സ്കെയിൽ ചെയ്താലോ സെന്ററിൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇത് കളയണം. ഏത് കളയണോ, ട്രയാങ്കിൾ കളയണം. ഓൺലൈൻ ഇൻട്രസ്റ്റ് അല്ലേ, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ട്രിക്ക് ഇതാണ്. ഈ ഒരു എപ്പിസോഡെല്ലാം, മുമ്പത്തെ എപ്പിസോഡെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ട്രിക്കെല്ലാം മനസ്സിലാവും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഡിലീറ്റ്. ഇനിയിപ്പോ കുറെ വാക്കൻസികൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് വേണ്ട, ഒരു കാര്യം ചെയ്യുന്നത് ഇവിടെ ഡിലീറ്റ് എഡ്ജസ്. ഞാൻ ഇവിടെ ഈ എഡ്ജസ് മൾട്ടി കട്ട് വെച്ചിട്ട് ഇത് ഇവിടെ ജോയിൻ ചെയ്തിട്ടെ, അതവിടെ വെക്കട്ടെ കേട്ടോ. മാറ്റാം. ഓക്കെ, അത് മാറ്റാം. ഇല്ല, സ്ക്രൂ ടൈപ്പ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇടുന്നില്ല എഡ്ജസ് ഞാൻ ഇത്രയും സെലക്ട് ചെയ്യും. ഇത്ര മതി. ബിവൽ എഡ്ജ് കൊടുക്കും. അവിടെ ബിവൽ എന്താ വർക്കാവത്തെ, ട്രയാങ്കിൾ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ എഡ്ജസ് കൊടുക്കരുത്. എല്ലായിടത്തും അങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. അത് ഇവിടുന്ന് ഇങ്ങനെയും കോഡ്സ് ഉപയോഗിക്കാം. നിങ്ങൾ സെൻട്രലിലേക്ക് എപ്പോഴും സ്പിയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം കേട്ടോ. നീ ശ്രദ്ധിച്ചാൽ മതി. സ്പിയർ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ എഡ്ജ് ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കട്ടെ. കാരണം നമ്മൾ കോഡ്സ് സെൻട്രലിലേക്ക് കിട്ടണം എന്നില്ല ടെക്സ്ചറിങ്ങിൽ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം നിങ്ങൾ. ഓക്കെ, ബീവൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുമല്ലോ നമുക്ക് സ്ക്രൂവിന്റെ ഒരു ഇത് കിട്ടിയില്ലേ. സ്ക്രൂ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ സെഗ്മെന്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഉള്ളത് ഞാൻ ഒരു എഡ്ജസും കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കും. സോഫ്റ്റ് ഹാർഡ് എഡ്ജ് ആക്കണേ, എന്നാലേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇതിനെ എടുത്തിട്ട് മൾട്ടി കട്ട് എടുത്തിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ എഡ്ജസ് നോക്കണേ, നോക്കാം ഒരു മിനിറ്റ്. ഇവിടെ ഈ എഡ്ജസ് കളയാമോ, ഈ എഡ്ജസ് ഇതിനെ ഫേസ് എക്സ്ട്രൂഡ് നോക്കട്ടെ. ഫേസ് ഇതിനെ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക്, സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക്. ഓക്കെ, ഇതിനാ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ഫേസ് ഓഫ്സെറ്റ് ചെയ്യണം. ഓഫ്സെറ്റ് ഇതിനെ വീണ്ടും ഞാൻ ജി പ്രസ് ചെയ്തു. ഇതിന് തിക്നെസ്. ഓക്കെ,
തിക്നെസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ജി പ്രസ് ചെയ്ത് ഓപ്സെറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്. ഓപ്സെറ്റ് അവിടെ പറ്റില്ല കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. തിക്നെസ് ഇത്ര മതി. ഇവിടെ പ്രശ്നം എന്താ പറയാ, നമ്മൾ ഇവിടെ ഈ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്താണ്. ട്രയാങ്കിൾ പോയില്ല, അവിടെ ഇല്ല. ഇവിടെ ഒരു ട്രയാങ്കിൾ അത് കളഞ്ഞാൽ മതി. ഡിലീറ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. പോയില്ലേ അത്? ട്രയാങ്കിൾ അല്ലല്ലോ, അപ്പൊ പോയില്ലേ അത്? നോക്കിയേ, 1 2 1 1 2 3 4. ഇപ്പൊ ട്രയാങ്കിൾ പോയി അവിടെ. ഇനിയിപ്പോ ഇവിടെ ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ഇവിടെ ഇല്ല മാത്രം അഡ്ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോ എവിടെ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇവിടെ ഇല്ല അഡ്ജസ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ട്രയാങ്കിൾ വരും ഇവിടെ. മനസ്സിലായി? അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്ത് എൻ്റർ ചെയ്യും. കണ്ടോ ട്രിക്ക് കണ്ടോ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ വന്ന് ഒരു ചലന്തി വല കിട്ടുന്നു. ഇവിടെ ഇവിടെ ഇങ്ങനെ വന്ന് ഇതിലേക്ക് കൊടുത്ത് എൻ്റർ ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ അപ്പൊ 4 4 ആയി. കണ്ടോ? 1 2 3 4 1 2 3 4 അവിടെ 4 4. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെയിം പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഭാഗം മാത്രം ചെയ്ത് മറ്റേ ഭാഗം കോപ്പി ചെയ്താൽ മതി കേട്ടോ. എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടത്തേക്ക് ഞാൻ കൊടുത്തു. ഇവിടെ പോയി ഇങ്ങനെ വന്നു. ഷേപ്പ് എപ്പോഴും ആക്കിയെടുത്ത് വരക്കണം കേട്ടോ. മൾട്ടിക്കട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വന്നു. അപ്പോൾ സ്മൂത്ത് ചെയ്ത് നോക്കട്ടെ. കണ്ടോ? പെർഫെക്റ്റ് ആയി. അത്ര മതി. കാരണം അത്ര ഡീറ്റെയിൽഡ് ഇതിന്റെ അടിയിൽ നോക്കാൻ പോകുന്നില്ല. സ്ക്രൂ ടൈപ്പ്. ഓക്കെ. ഞാൻ ഇതില് എന്ത് ചെയ്യുന്നു? സ്വിച്ച് അല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് അതിന്റെ ഭാഗങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടോ. ഞാനത് എൻ്റെ രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ. ഡ്യൂറേജ് ഞാനിവിടെ സെഗ്മെന്റ്സ് ഒന്നുകൂടി കൊടുത്തു. ഫ്രാക്ഷൻ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണോ? സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കണം കേട്ടോ. ഇതിപ്പോ ഇത്രയും ഭാഗങ്ങൾ ഇതിന് ഫേസ് ഒന്നും വേണ്ട, അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊന്നൊരു വലിപ്പത്തിന് വേണ്ടി വെച്ചൊന്നേ ഇല്ലു കേട്ടോ. ഓക്കെ. എടുക്കട്ടെ. ഈ സാധനം അതുപോലെ അങ്ങോട്ട് പോകുമല്ലോ. കണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് ചെറുതാക്കി വെക്കാവുന്നു. കാരണം അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്ത് ഇത് ഇത്ര മതി. ഈ ഒരു സൈസിൽ കണ്ടോ? ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതിന്റെ സോക്കറ്റും വയറെല്ലാം ആക്കി വെക്കാം. ഇതാണ് നമ്മുടെ വർക്ക്. ഞാനിതൊന്ന് സേവ് ചെയ്തോട്ടെ. സേവ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഒന്ന് ഈ സാധനം നിങ്ങൾ ഇത് ചെയ്യരുത് കേട്ടോ. ഇത് സ്മൂത്തിലുള്ള ഈ സാധനം ഉള്ള നെറ്റ്. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് മാത്രം സെപ്പറേറ്റ് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നോക്കിയേ, ഇതും ഇതാ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഇത് വേണ്ട, ഇത് വേണ്ട. സ്മൂത്ത് ചെയ്യും. കമ്പൈൻ ചെയ്യുക, സ്മൂത്ത് ചെയ്യും. കണ്ടോ? മറ്റേത് സ്മൂത്ത് ഓൾറെഡി സ്മൂത്തിലുള്ളത് കേട്ടോ. ഇനി അതിൽ ചെയ്യരുതേ. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെടുത്തിട്ട് ഞാൻ എന്താക്കി? മൊത്തത്തിൽ ഒന്ന് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ, മോഡിഫൈ സെന്റർ, W ടൈറ്റ് സെന്റർ. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് കണ്ടോ? ഇതുപോലെ ഇരിക്കും നമ്മളെ വർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇത് എല്ലാവരും ചെയ്യുക. ഈ മൈക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്ത് വർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ പല സാധനങ്ങൾ ഈ ഒരു ഡിഫോം വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ചിത്രം നിങ്ങൾ നോക്കണം. നിങ്ങൾ എന്തായാലും നിങ്ങളെ റെഫറൻസ് നോക്കി ചെയ്യണം. ഇതൊന്നും ബ്ലൂ പ്രിന്റ് വെച്ച് ചെയ്യുന്നതല്ല. ബ്ലൂ പ്രിന്റ് ഇല്ലാതെ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ.
ആ ഒരു നീറ്റ്നെസ് എന്തായാലും ഇതിന് കിട്ടും. നമ്മൾ ഇതിന് മെറ്റീരിയൽസ് ഒന്നും കൊടുക്കാൻ പഠിച്ചിട്ടില്ല. മെറ്റീരിയൽസ് ക്ലാസ് വരുമ്പോൾ ഈ സാധനം എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഇവിടെ എന്തോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അതിന്റെ താഴെ ഉള്ളത് ഞാൻ കണക്ട് ചെയ്യുന്ന സാധനം ആക്കിയിട്ടില്ല, ഇത്ര വരെ ഞാൻ ഇന്ന് കാണിച്ചിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാനിത് സ്റ്റുഡൻസിന് വേണ്ടി, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി ചെയ്യുന്നതാണ്. പുതിയ വേർഷൻ നമുക്ക് എടുത്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. 2023-24 എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഞാൻ പുതിയ പ്ലഗിൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിക്കും. മായയിൽ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ പുതിയ സംഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കും. എനിക്കും സമയത്തിന്റെ ഒരു കുറവുണ്ട്. ആ സമയത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഇരുന്നിട്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത്. അതിന്റെ എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നത് അതിനുള്ള സമയത്താണ്. 1 മണിക്കും 2 മണിക്കെല്ലാം ഇരുന്നിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സ്റ്റുഡൻസ്. എന്നോട് വിരോധമൊന്നും തോന്നരുത്, കാരണം ഇനിയും മറ്റുള്ള ക്ലാസ്സുകൾ നമ്മൾ കാണിക്കാം. അപ്പം ഇത് പഠിക്കണം, ആനിമേഷൻ കോഴ്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ, നല്ല ഇതിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും ജോലി ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന കുറേ ഓപ്പണിംഗ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.